ഹായ് ഫ്രണ്ട്സ്, ജ്യോതിസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചീരയില കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികളൊക്കെ ചീരയില കറികൾ അല്ലെങ്കിൽ ഇലക്കറികളൊന്നും കഴിക്കാത്ത സമയത്ത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചോളും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. സവാള ഒത്തിരി ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് പച്ചമുളകും കറിവേപ്പിലയുമാണ്. 1 പച്ചമുളകും കുറച്ച് കറിവേപ്പില തണ്ട് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീരയിലയാണ്. ചീരയില വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഒട്ടും വെള്ളം ഇല്ലാതെ മാറ്റി വെച്ചതാണ് ചീരയില. നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങുകൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പിട്ട് വേണം ഉരുളക്കിഴങ്ങ് വേവിക്കാൻ. ഇനി നമുക്കിതുമായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ട്ലേറ്റിൻ്റെ പരുവത്തിൽ ഷേപ്പ് ചെയ്തെടുക്കണം. ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഓരോ ബോളുകളാക്കി എടുക്കാം ആദ്യം. എന്നിട്ട് കൈ വെച്ച് ഇതിനൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ചൂടായ പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഭാഗം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ ഭാഗമായിട്ട് മറിച്ചിടാം. അടുത്ത ഭാഗം മറിച്ചിടാം. ഒരു വശത്ത് നല്ല ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓരോ കട്ട്ലേറ്റായിട്ട് ഇനി നമുക്ക് എടുത്തു മാറ്റാം. എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ചീരയില കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്.
ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.